ഏശയ്യ 17-ാം അധ്യായം. ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകും. അതിൻ്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും, അവ അവിടെ വിശ്രമിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിൻ്റെ കോട്ട തകരും, ദമാസ്കസിൻ്റെ രാജ്യം ഇല്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് യാക്കോബിൻ്റെ മഹത്വം ക്ഷയിച്ചു പോകും, അവൻ്റെ ശരീരം മേധസ്സു ക്ഷയിച്ച് മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നത് പോലെയും റഫായിം താഴ്വരയിൽ കാല പെറുക്കുന്നത് പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ അതിൻ്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് 2-3 പഴങ്ങളോ ഫലവൃക്ഷത്തിൻ്റെ ശാഖകളിൽ 4-5 കായ്കളോ ഉണ്ടാകുന്നത് പോലെ കാല പെറുക്കാൻ ചിലത് അവശേഷിക്കും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ജനം തങ്ങളുടെ സ്രഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച അശേര പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമോര്യരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങൾ പോലെ വിജനമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നുകളയുകയും നിങ്ങളുടെ അഭയശിലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്കു വേണ്ടി തണ്ട് കുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിൻ്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിൻ്റെ വിളവ് നശിച്ചു പോകും. അതാ അനേകം ജനതകൾ ഇരമ്പുന്നു, അത് സമുദ്രത്തിൻ്റെ മുഴക്കം പോലെയാണ്. അതാ ജനതകളുടെ ഗർജനം, മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത്. പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു, എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മലകളിൽ കാറ്റത്ത് പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും. ഇതാ സന്ധ്യാസമയത്ത് ഭീകരത, പ്രഭാതമാകും മുൻപേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ്. കർത്താവിൻ്റെ വചനം.